നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ KPCC അധ്യക്ഷന്മാരും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം 10 പേരെയാണ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. KCയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വാഴിക്കാനുള്ള മറ്റൊരു ഹൈക്കമാൻഡ് തന്ത്രം. ഇപ്പോഴിതാ ഡൽഹിയിലെത്തിയ ഈ 10 പേരിൽ 8 പേരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. K സുധാകരൻ പരസ്യമായി KCക്കൊപ്പമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഷാഫി പറമ്പിൽ കട്ടയ്ക്ക് KC ക്യാമ്പിനായി പ്രവർത്തിക്കുന്നു. എന്നാൽ മറുവശത്ത് ഷാഫി പറമ്പിലിൻ്റെ ഉള്ളിൽ അടുത്ത KPCC അധ്യക്ഷ സ്ഥാനമാണ്. ഈ സ്ഥാനം മുന്നിൽ കണ്ടാണ് പഴയ A ഗ്രൂപ്പിനെ KC വേണുഗോപാലിന് മുന്നിൽ സമർപ്പിച്ചത് ബെന്നി ബെഹനാൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലെത്തിയില്ല. എങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധികൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചപ്പോൾ തൻ്റെ പിന്തുണ KC വേണുഗോപാലിനെന്ന് മുല്ലപ്പള്ളി ഉറപ്പിക്കുന്നു. K സുധാകരൻ, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, അടൂർ പ്രകാശ്, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ KC വേണുഗോപാലിനൊപ്പമുണ്ട്. എന്നാൽ VM സുധീരൻ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നു. തിരുവഞ്ചൂർ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും പിന്തുണയ്ക്കുന്നു. K മുരളീധരൻ VD സതീശനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. ചുരുക്കത്തിൽ 10 പേരിൽ 8 പേരുടെയും പിന്തുണ KC വേണുഗോപാലിന് തന്നെ. ഡൽഹിയിലെത്തിയ ഷാഫി പറമ്പിലിനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഷാഫി പറമ്പിലിന് വ്യക്തമായ ഉത്തരമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ തീരുമാനിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. എന്നാൽ ഷാഫിയുടെ വാർത്തയ്ക്ക് പിന്നാലെ വരുന്ന കമന്റ് ബോക്സുകളിൽ ഷാഫി എടുത്തുകൊടുക്കുന്ന കാഴ്ച കൗതുകമുണർത്തുന്നു. നിങ്ങളിൽ ഈ 8 പേർ വിചാരിച്ചാൽ KC വേണുഗോപാലിനെ ഇരിക്കൂറിൽ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ജനമുയർത്തുന്നത്. ലീഗിന്റെ സഹായമില്ലാതെ, VD സതീശന്റെ സഹായമില്ലാതെ, രമേശ് ചെന്നിത്തലയുടെ സഹായമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി ഇവിടെ എത്തുന്ന KC വേണുഗോപാലിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയും? ജനപ്രീതിയിൽ മുന്നിൽ നിന്ന ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനുമൊക്കെ ഇപ്പോൾ ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാതെ കുഴയുകയാണ്. KCക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങളിൽ മുഖ്യധാരയിൽ നിന്ന് കളിച്ചവരാണ് മാത്യു കുഴൽനാടനും AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമൊക്കെ. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് ഇവർ മൂന്നാളുകളെയും KPCC വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിന് പിന്നിൽ KCയുടെ തന്ത്രം. KC ക്യാമ്പിലെ ഏറ്റവും പ്രഗത്ഭരാണ് ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും. മുൻ KPCC അധ്യക്ഷന്മാരിൽ ഭൂരിപക്ഷവും KC പക്ഷത്തേക്ക് അണിനിരുന്നതോടെ KCയുടെ പിന്തുണ ഡൽഹിയിൽ വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ എത്രമാത്രം വെറുപ്പിച്ചോ അതിനേക്കാളേറെ വെറുപ്പാണ് ഇപ്പോൾ 9 ദിവസങ്ങൾ കൊണ്ട് KC വേണുഗോപാലിനെതിരെ സമൂഹ മാധ്യമങ്ങൾ ചൊരിയുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളല്ല കേരളം എന്ന നിലപാടാണ് മാത്യു കുഴൽനാടനും സംഘത്തിനും. KCയെ കേരളത്തിലേക്ക് അവതരിപ്പിച്ചാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ ജനകീയ പിന്തുണ കൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്ന ധാരണ ഷാഫി പറമ്പിലിനും മാത്യു കുഴൽനാടനിലുമൊക്കെ ശക്തമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമൊക്കെ VDക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കേരളത്തിലേറെ പ്രതീക്ഷ നൽകിയിരുന്നു. പിന്നീടുള്ള ഓരോ നീക്കവും ഷാഫിയും VDയുമൊക്കെ ഒരുമിച്ച്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ അവരുടെ ബന്ധം സുദൃഢമായി നീണ്ടു. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലിനെ തൻ്റെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ KCക്ക് കഴിഞ്ഞു. സതീശൻ ക്യാമ്പിലെ പ്രമുഖരെ അടർത്തിയെടുത്തുകൊണ്ടായിരുന്നു KCയുടെ നീക്കങ്ങൾ. ഷാഫിയെ KC ക്യാമ്പിൽ കിട്ടിയതിന് പിന്നാലെ KC കൂടുതൽ കരുത്തനായി. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ സംബന്ധിച്ച് ഡൽഹിയിൽ ഇനി സോണിയാഗാന്ധിയെ കാണണം അഥവാ രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ അതിന് KC വേണുഗോപാലിൻ്റെ അനുമതി വേണം. അത്തരമൊരു ഘട്ടത്തിൽ അധികാര കേന്ദ്രം കൈയാളുന്നയാൾ എന്ന നിലയിൽ KCയുടെ സ്വാധീനം സ്വാഭാവികം മാത്രം. അത്തരമൊരു സ്വാധീന ബിന്ദുവിൽ നിന്ന് കേരളത്തിലെ നേതാക്കളുമായി ഒരു മാനസിക അടുപ്പം സൂക്ഷിച്ചു KC. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായുള്ളത് KC വേണുഗോപാൽ തന്നെയെന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ കേരള നേതാക്കളുടെ ഇത്തരം നീക്കങ്ങൾ. ഷാഫി പറമ്പിലിന്റെ പേജ് കണ്ടാൽ ഇപ്പോൾ നമുക്ക് സങ്കടം തോന്നും. അത്രയേറെ പ്രവർത്തകർ ആക്രോശിക്കുകയാണ് ഷാഫിയുടെ നേർക്ക്. ഷാഫിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: ഹൈക്കമാൻഡ് തെറ്റ് ആവർത്തിക്കുന്നു. ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLA-മാരോട് ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു. അതിനു പകരം നിങ്ങളിൽ ജയിച്ചു വന്ന 63 പേരിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് ചോദിക്കണമായിരുന്നു. ഇലക്ഷന് മുമ്പ് MP-മാർ ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അത് ജനങ്ങൾ അംഗീകരിച്ചു. കണ്ണൂർ MP സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു.
താനല്ലാതെ ആരും ജയിക്കില്ല എന്ന വാദം കണ്ണൂർ ജനത പൊളിച്ചു കൊടുത്തു. കോഴിക്കോട് MP MK രാഘവൻ തോൽക്കുന്ന ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കണമെന്ന് ആരോ പറഞ്ഞു എന്ന് വാശി പിടിച്ചു. കോഴിക്കോട് 13-ൽ 12 സീറ്റ് UDF നേടി. ഒരു സീറ്റ് കിട്ടാതിരുന്നത് ബേപ്പൂരാണ്. പല കാരണങ്ങളാൽ അവിടെ മുഹമ്മദ് റിയാസ് എന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ UDF നേതൃത്വം 6 മാസം മുൻപ് അൻവർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ തോൽക്കുന്ന സീറ്റ് ഏതായിരുന്നു? സുധാകരനും MK രാഘവനും സീറ്റ് കൊടുത്ത് ജയിച്ചിരുന്നെങ്കിൽ ബൈ ഇലക്ഷൻ വരുമായിരുന്നില്ലേ? ബൈ ഇലക്ഷൻ വന്നാൽ ആ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ബൈ ഇലക്ഷനിലൂടെ കോൺഗ്രസ് വർഷങ്ങളായി നഷ്ടപ്പെട്ട സീറ്റാണ് കോന്നി. ഇന്നും അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ബൈ ഇലക്ഷനിലൂടെ നഷ്ടപ്പെട്ട സീറ്റാണ് വട്ടിയൂർക്കാവ്. അത് ഇത്തവണയാണ് മുരളീധരനിലൂടെ തിരിച്ചു പിടിച്ചെടുത്തത്. ഇപ്പോൾ വേണുഗോപാൽ കെട്ടിയിറക്കപ്പെട്ടാൽ 2 ബൈ ഇലക്ഷൻ വേണ്ടിവരും. അത് ജയിച്ച് MLAക്ക് രാജിവെക്കേണ്ട വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. മുഖ്യമന്ത്രിയായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ സാധ്യതയേറെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ സീറ്റായ ആലപ്പുഴ ലോക്സഭാ സീറ്റ് വലിയൊരു കടമ്പയാണ്. BJPക്ക് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ വളരെ ദുർബലമായ സ്ഥിതിക്ക് ജയിക്കാൻ പ്രയാസമുണ്ടാകില്ല. ആർക്കും മനസ്സിലാകാത്തത് ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLAമാർ ആരും യോഗ്യരല്ലേ? ഇവരെയൊക്കെയാണോ നമ്മൾ തെരഞ്ഞെടുത്തത്? മുസ്ലിം ലീഗിന്റെ കേഡർ സ്വഭാവത്തിൽ ഉള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസിന് MLAമാർ ഉണ്ടായത്. അത് കോൺഗ്രസിന്റെ മാത്രം കഴിവാണെന്ന് വിചാരിക്കുന്നില്ല. LDFന്റെ ഇലക്ഷനിൽ പ്രചാരണായുധമായിരുന്ന വയനാട് ഫണ്ട് തട്ടിപ്പിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് മുസ്ലിം ലീഗിന്റെ 51 വീടാണ്. 102 സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷം കിട്ടരുതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. 80 സീറ്റാണ് കിട്ടിയതെങ്കിൽ കുഴൽനാടനെ പോലുള്ളവരുടെ നാവ് പൊങ്ങില്ലായിരുന്നു. ഇനി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന കൂവൽ വയനാട് സിദ്ദിഖ് നേരിട്ടതിനേക്കാൾ ഭയാനകമായിരിക്കും. അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ തലവാചകം ഓർമ്മപ്പെടുത്തുന്നു: നേതൃത്വത്തെ അണികൾ തിരുത്തും. ജനഹിതം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്. VD സതീശന്റെ 5 കൊല്ലത്തെ അധ്വാനം KC എന്ന സ്ഥാനമോഹി 4 ദിവസം കൊണ്ട് തരിപ്പടമാക്കി എന്ന് പച്ചയ്ക്ക് കമന്റുകളിൽ ആളുകൾ പറയുന്നു. ഷാഫിയോടും ഇതേ വാക്കുകൾ കമന്റ് ബോക്സിലുണ്ട്. ഷാഫി, നിങ്ങൾ കോൺഗ്രസിന്റെ കാലനാകരുത്. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് പ്രചരണത്തിന് പോകാത്ത ഷാഫിയെ പോലുള്ളവരാണ് ഇപ്പോൾ KCയെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കാൻ നോക്കുന്നത്. ഷാഫി പറമ്പിൽ ദയവായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരുന്ന ഈ കമന്റ് ബോക്സിലൂടെ ഒന്ന് കണ്ണോടിക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അതിൽ പ്രകടമാണ്. അഭിജിത്തിനെ പോലെയുള്ളവരെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടയുന്നു. മാത്യു കുഴൽനാടന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. മാത്യു കുഴൽനാടന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആക്രോശം കൊണ്ട് നിറയുകയാണ് പ്രവർത്തകർ. കഴിഞ്ഞ 2 ദിവസമായി നിരത്തുകളിൽ ഫ്ലെക്സുകൾ കാണുന്നില്ലായിരുന്നു. കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരോട് അരുതെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു നിരത്തുകളിൽ നിന്ന് ഫ്ലെക്സുകൾ അപ്രത്യക്ഷമായത്. എന്നാൽ നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും നേതാക്കൾക്കായി ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളിലും ഉയരുന്നു. എറണാകുളം പള്ളുരുത്തിയിൽ VD സതീശനും ഷാഫി പറമ്പിലിനും അനുകൂലമായി ഫ്ലെക്സുകൾ ഉയർന്നു. കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ പേരിലാണ് ഇപ്പോൾ ഫ്ലെക്സുകൾ പ്രചരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി ആരെന്നതിൽ 9ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്നതാണ് ഇപ്പോൾ അണികളെ ഏറെ നിരാശപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി നിശ്ചയിക്കാത്തതിൽ ഘടകകക്ഷികൾക്ക് വലിയ അപ്രിയമുണ്ട്. കേരളത്തിൽ ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLAമാർ ഉൾപ്പെടെ 102 MLAമാരും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു. മുമ്പൊരിക്കലും കോൺഗ്രസ് പ്രവർത്തകർ ഇത്ര വാശിയോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ നോക്കിയല്ല കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് എന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടിയും ഇതേ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ നൽകുന്നു. പിണറായിക്കെതിരെയുള്ള വെറുപ്പും പ്രതിഷേധവുമൊക്കെ അലയടിച്ചത് ഇതേ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരുന്നല്ലോ. കേരളത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ KCക്കെതിരെ വലിയ പ്രചരണം. മറുവശത്ത് VD സതീശന് അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും പക്വതയും നമുക്ക് അംഗീകരിക്കാം. എന്നാൽ KC വേണുഗോപാലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഒന്നടങ്കം പറയുന്നത്. ഡൽഹിയിലെത്തിയ 10 നേതാക്കളിൽ 8 പേരും KCക്കൊപ്പം നിന്നിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിളകുന്നില്ല. കൃത്യമായ അജണ്ടയായിരുന്നു ഈ നേതാക്കളെ ഡൽഹിയിൽ എത്തിച്ചതിന് പിന്നിൽ. കേരളത്തിന്റെ വികാരം മനസ്സിലാക്കി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മുസ്ലിം ലീഗ് ശക്തമായി പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുജന വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന്. ഇക്കാര്യം സോണിയാഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് എന്നാണ് മുസ്ലിം ലീഗ് കട്ടയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
കേരളത്തിലെ ഏറ്റവും വമ്പനായ വ്യവസായിയും കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുമൊക്കെ കളത്തിലിറങ്ങി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നിട്ടും ജനഹിതം മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം കട്ടയ്ക്ക് പറയുന്നു, ജനത്തിനെതിരെ ഒരു തീരുമാനം കൈക്കൊള്ളരുത്, അത് വെറുപ്പിന്റെ വിത്തുകൾ വിതയ്ക്കാനിടവരും. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കരുത് എന്നാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമൊക്കെ ഹൈക്കമാൻഡിനോട് വീണ്ടും ആവശ്യപ്പെടുന്നത്. ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് KC ക്യാമ്പ് ആവർത്തിക്കുന്നു. VDയെയും രമേശ് ചെന്നിത്തലയെയും വെട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തിയാൽ എതിർപ്പുകൾ അടിച്ചൊതുക്കാം എന്നതാണ് KC ക്യാമ്പിന്റെ പ്രതീക്ഷ. കേരളത്തിലെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇന്നലകളിൽ അവർ ശിരസിലേറ്റിയ കുഴൽനാടനും ഷാഫിയുമൊക്കെ ഇപ്പോൾ നിലത്ത് വീണുടയുന്ന കാഴ്ച തന്നെ. KC വേണുഗോപാലിന് വേണ്ടി കട്ടയ്ക്കിറങ്ങിയ ഈ നേതാക്കളെ തിരുത്താനുള്ള വ്യഗ്രതയിലാണ് സാധാരണ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.